ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് കോളേജ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് അപ്പം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പി എത്തിയിട്ട് ഫുഡ് കഴിച്ചു. മാഗി ഉണ്ടാക്കി അത് കഴിച്ചു. ഇനി രാത്രി എന്തെങ്കിലും നല്ല ഹെവി ആയിട്ട് ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ മുന്നേ എനിക്ക് കുറേ ഡ്രസ്സ് അലക്കി ഇടാനുണ്ട്, പിന്നെ ലൈക്ക് അലക്കി ഇട്ട ഡ്രസ്സും ഉണ്ട്. അപ്പം അതൊന്ന് വിരിച്ചിടണം. രാവിലെ പോകുന്നതിൻ്റെ മുന്നേ ഇട്ടതാണ്. പിന്നെ നാളെ ഞങ്ങൾക്ക് എന്തോ OPT അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. എന്തോ പോയിട്ട് ലൈക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് ഇങ്ങനെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് തോന്നുന്നത്. അപ്പം അതിനിടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നെങ്കിൽ ട്രാക്ക് സ്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വേണം. അപ്പം എൻ്റെ കയ്യിൽ ഒരു ജിം വെയർ ഉണ്ട്, അതും ഒരു ലോങ് ടീഷർട്ടും ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ സാധനം ഒന്ന് അലക്കിയിടണം. സോ നമുക്ക് ടെറസിന് മേലേക്ക് പോകാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ടെറസ്. പുറത്ത് പൊരിഞ്ഞ വെയിലാണ്. ഇവിടുത്തെ വെയിലിൽ ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്നുണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറിയാൽ വന്നതാണ്, ഞാൻ കിടക്കുന്ന ഗൈസ്. വയസ്സായി. ഇതെന്തോ അത് ഹീറ്ററിൻ്റെ സാധനം ഇട്ടാ തോന്നുന്നു. ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആദ്യം എടുക്കാം. ദൈവമേ, ഇത് എവിടെയായിരുന്നു തുറക്കുക? ഓക്കെ, ഡ്രസ്സൊക്കെ ഇനി ആറിടാം ഗൈസ്. ഗൈസ് നമുക്കിനി ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവാം, അല്ലെങ്കിൽ ഞാൻ ടാൻ അടിച്ചില്ലാതെയാവും ഗൈസ്. എനിക്ക് സ്കൈ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇങ്ങോട്ട് നിൽക്കുമ്പോഴുള്ള സ്കൈ നോക്കിക്കേ. ഹായ്, നല്ല രസമില്ലേ ഗൈസ് എന്നെ കാണാൻ? അല്ല സോറി, എന്നെ അല്ല, സ്കൈനെ കാണാൻ. ഇവിടുന്ന് കുറേ റീൽസ് കിടക്കണം. ഇനി നമുക്ക് താഴത്തെ പോകാം ഗൈസ്. അതെ, ഈ എയ്റോപ്ലെയിൻ പോകുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ആ എയ്റോപ്ലെയിൻ ഇവിടെ എവിടെയെങ്കിലാണോ എയർപോർട്ടാണ് എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ കോളേജിൻ്റെ മക്കൂടെ കിടക്ക് പോകുന്ന കാണാറുണ്ട്. പിന്നെ ലൈക്ക് ഇതാണ് എൻ്റെ PGൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയുള്ള വ്യൂ. അടിപൊളി വ്യൂ ആ. എൻ്റെ ഈ സൈഡ് നല്ല രസമില്ലേ, ഫുൾ ക്ലൗഡ്സ് ഒക്കെ ആയിട്ട്. രാത്രി ഇതിലും രസമാണ്. ഒരു ഓറഞ്ച് കളർ പോലെയൊക്കെ ആവും സ്കൈ. ആ ഒരു സൺസെറ്റ് ടൈമിന്. ഇവിടെയൊക്കെ നിറച്ചും PGകളാണ്. ഈ ഭാഗം മൊത്തം PGയാണ്. അവിടെ എവിടെ ഒരു അമ്പലമുണ്ട്. പോകാൻ കഴിയും ഗൈസ്. അപ്പം ലൈക്ക് ഇനിയിപ്പോൾ ഒന്ന് പോയി നല്ലൊരു ഉറക്കം ഉറങ്ങി. എൻ്റെ റൂംമേറ്റ് ലൈക്ക് അവൾ ലേറ്റ് ആവും. അവൾ BBA ഏവിയേഷനാണ് പഠിക്കുന്നത്. അപ്പം അവൾ വന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനുണ്ട്. ലൈക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ പോകാനുണ്ട്. എന്നിട്ട് പിന്നെ നിന്റെയൊന്നുമില്ല, നിന്റെയൊക്കെ രാത്രി ഫുഡ് ഉണ്ടാക്കണം. ദാറ്റ്സ് ഓൾ. അപ്പം ഞാൻ ഉറങ്ങട്ടെ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് ഗൈസ് ഇവിടെ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് മഴ പെയ്തപ്പോൾ കാണാൻ. സ്കൈയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ റെയിൻബോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. നിങ്ങൾ കാണുന്നുണ്ടോ? ചെറുതായിട്ട് അതിലുണ്ട്. അങ്ങനെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങിക്കുമ്പോൾ ഒന്നുമില്ല, അധികമില്ല വാങ്ങിക്കും. ജസ്റ്റ് ഒന്നരേക്കുള്ള കാര്യം മാത്രമേ വാങ്ങിക്കാനുള്ളൂ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പച്ചക്കറി മാർക്കറ്റ്. എല്ലാം കിട്ടും ഇവിടെ. കോളിഫ്ലവർ ഇല്ല ഇവിടെ? കെട്ട കോളിഫ്ലവർ. മതി, അതിനെ ഉടച്ച വേണ്ട. നോക്കി തൈരെടുക്കാം ഗൈസ്. മിൽക്കി മിസ്റ്റിനെ തൈരാണ്. നമുക്ക് മിൽക്കി മിസ്റ്റ് മതി. ഗൈസ് അവിടുത്തെ കോളിഫ്ലവർ കെട്ട കോളിഫ്ലവർ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറെ കടയിൽ പോവുകയാണ്. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണക്ക കോളിഫ്ലവറൊക്കെ വെച്ചേക്കുവാണ്. ഇവിടെ കോളിഫ്ലവർ ഉണ്ടോ നോക്കാം ഗൈസ്. ഇവിടെ ഇല്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് മൂന്നാമത്തെ കടയിൽ ഞങ്ങൾക്ക് കോളിഫ്ലവർ കിട്ടി. അവിടെ വലിയ നന്നില്ലാത്ത കോളിഫ്ലവർ ആണ്. അതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സാധനം നോക്കി ഞങ്ങളങ്ങ് എടുത്തു. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഡിന്നറിന് ഗൈസ് ചോറ്, പിന്നെ കോളിഫ്ലവർ ഫ്രൈ, പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചതുമാണ്. ചോറ് പണിപ്പാടിപ്പോയി ഗൈസ്. എൻ്റെ ചോറ് പായസം മതിയായിരിക്കുകയാണ്.
അപ്പം ഇനിയിപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ചോറ് താഴെ വെച്ചിട്ട് ഞാൻ മേലേക്ക് പോയി. ഞങ്ങളെ കിച്ചൺ താഴെയാണ്. അപ്പോൾ താഴെ വെച്ചിട്ട് ഞാൻ മേലേക്ക് പോയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചോറ് പായസമായി. ഇതാണ് ചോറിൻ്റെ കോല എങ്ങനെയായി ഗൈസ്. എന്ത് ചെയ്യും എന്തോ. അടിയിൽ കഞ്ഞിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വെണ്ടയ്ക്കൊപ്പേരിക്ക് അരിഞ്ഞു വെച്ചു, കോളിഫ്ലവറും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടും ഉണ്ടാക്കണം. പിന്നെ കറിയായിട്ട് മോരുകറി ഉണ്ടാക്കുന്നത് വെള്ളരി വെച്ചിട്ടുള്ള മോരുകറി. അപ്പം വെണ്ടയ്ക്കൊപ്പേരി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റവിൽ ഇതെന്തായിരുന്നു, വെള്ളരി ലൈക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം എണ്ണ ഒഴിക്കുക, പിന്നെ കടുകിട്ട് പൊട്ടിക്കുക. അയ്യോ ഈ കടുക് വരുന്നില്ല. അതാ കടുകിടുക, പൊട്ടിക്കുക. ഞാൻ തിളയ്ക്കാതെ ഇട്ട ഗൈസ്, അതാ കടുക് പൊട്ടാത്ത. ഓക്കെ, പൊട്ടിത്തുടങ്ങി. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ഇടാം. ഇനി വെളുത്തുള്ളി ഇടാം. ഓക്കെ, വെളുത്തുള്ളി ഇട്ടിട്ടും നല്ലോണം ഇളക്കുക. പിന്നെ പച്ചമുളക്, ഇത് മൊത്തം ഇതിലേക്കുള്ളതല്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇത്ര പച്ചമുളക് ഇടാം. പച്ചമുളകും ഇടാം. വീണ്ടും നല്ലോണം ഇളക്കാം. ഉള്ളി വഴണ്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൽ. ഇനി നമുക്ക് റസ്റ്റ് ചെയ്യാൻ വെച്ച കോളിഫ്ലവർ, അത് പുറത്തേക്ക് എടുക്കാം. കോളിഫ്ലവർ കുട്ട പുറത്തേക്ക് വരൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റസ്റ്റ് ചെയ്യാൻ വെച്ച കോളിഫ്ലവർ. ഇനി ഇതൊന്ന് ഓരോന്നല്ല, കുറച്ച് എടുത്തിട്ട് അതൊരു 15 മിനിറ്റൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. ശരിക്കും അരമണിക്കൂറൊക്കെ വെച്ചാലേ മര്യാദയ്ക്ക് പിടിക്കുള്ളൂ. അതിൻ്റെ സമയമില്ല. ഓക്കെ, അപ്പം ഇനി വെയിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മോരുകറീൻ്റെ ഉള്ളി അന്നിനി മസാല വാട്ടി ഇങ്ങനെയായി. ഇവിടെ കോളിഫ്ലവർ ഇങ്ങനെ വെറുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച വേവിച്ച് വെച്ച വെള്ളരി എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഓക്കെ. അയ്യോ, ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നേ. വരൂ. ഓക്കെ. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ കാരണമാണ്. ബിക്കോസ് എന്താ പറയുക, അമ്മയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെറുപ്പത്തിൽ കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചത്. നമ്മളിങ്ങനെ ഒരു 6-7 ക്ലാസ്സൊക്കെ എത്തുന്ന സമയത്ത് നമ്മളെ കൊണ്ടിങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമല്ലോ. അപ്പം എന്നെക്കൊണ്ട് ഇങ്ങനെ അടിച്ചു വാരിപ്പിക്കും, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിപ്പിക്കും. അതിനെ പയറുപ്പേരി ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് ഫസ്റ്റ് പഠിപ്പിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഒട്ടും ക്ലീൻനെസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം നേരെ എൻ്റെ ഇൻട്രസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നതിലേക്കായി. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫാസ്റ്റാണ്, പെട്ടെന്ന് കഴിയും എൻ്റെ പണികളൊക്കെ. അപ്പം അമ്മ കാരണമാണ് എനിക്കിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതും ഒരു ഹോംലി ഫീൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത്. ഓരോ ദിവസം ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഉണ്ടാക്കി തിന്നാം. അല്ലാതെ ഇപ്പം മെസ് ഫുഡൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എല്ലാ വീക്കും ഒരേ മെനു തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ താങ്ക്സ് ടു മൈ മദർ. വീട്ടിൽ വലിയ പൊളങ്ങാണ്ടായിട്ടോ. ഇവിടെ മിക്സി ഇല്ല, അതുകൊണ്ട് ഹീറ്ററും ഇല്ല. അപ്പോൾ ഇത് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഞാൻ എന്താ പറയുക അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചട്ടകളൊന്നും പോകില്ല. പിന്നെ മുട്ടൊക്കെ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. കുറച്ച് നല്ലോണം മിക്സ് ചെയ്യാൻ തടഞ്ഞ ശേഷം ഒന്നും കൂടെ ഫ്ലെയിം തീ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കറിവേപ്പിലയും കൂടെ ഇട്ട് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യും. ഇവിടുത്തെ ലൈറ്റർ ഒന്നത്ര വലിപ്പമുള്ള സാധനം. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ്. ഇവിടുത്തെ ആൻറ്റി എൻ്റെ കുക്കിംഗ് കാരണം ചുമച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് നിർത്തിപ്പോണം. ഞാൻ എന്നിവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ആരെങ്കിലും ഇവിടെ ഒരു ആൻറ്റി ഉണ്ടാവും ഇടയ്ക്ക്. പിന്നെ ആൻറ്റീൻ്റെ ഹസ്ബൻഡ് അങ്കിളുണ്ടാവും.
പിന്നെ അവരുടെ ബ്രദറും ഉണ്ടാവും. ഇവരുടെ എല്ലാവരും ചോദിക്കും കേസ് ഞാൻ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അവിടെ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പണി നിർത്തിട്ട് പോകും. ഉപ്പിടാൻ ശരിക്കും അറിയില്ല. ഇതാണ് സെറ്റ് കറി പക്കൻ. ഒരു സാധനം ഇടാൻ പറയും കുരുമുളക് പൊടി. ഇതും കൂടെ കുറച്ച് ഇങ്ങനെ ഇടാം. ഇത് ആക്ച്വലി എൻ്റെ പപ്പേൻ്റെ റെസിപ്പി ഗൈസ്. പപ്പേൻ്റെ മോരുകറി ഇങ്ങനെയാണ്. പപ്പ എപ്പോഴും മോരുകറി ഉണ്ടാക്കുമ്പോൾ മിൽക്കി മിക്സിൻ്റെ തൈരായി കിട്ടും. അപ്പം നല്ല കട്ടയായിട്ട് കിട്ടും. ഇവിടുത്തെ കുരുമുളക് പൊടി കൊള്ളൂല. നമുക്ക് എത്ര ഇട്ട് കഴിഞ്ഞാലും ആ ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങോട്ടേക്ക് വരില്ല. നമ്മളവിടുത്തെ മാതിരിയല്ല. നെക്സ്റ്റ് ടൈം വീട്ടിൽ പോകുന്ന സമയത്ത് ഓണത്തിന് മിക്കവാറും പോവായിരിക്കും. അപ്പോൾ പോകുമ്പോൾ എന്താണ് കുരുമുളക് പൊടിയൊക്കെ പൊടിച്ചു കൊണ്ടുവരും. പൊടിച്ചതോ പാക്കറ്റോ എന്തെങ്കിലും ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം മോരുകറി റെഡി ആയി. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ ഡിന്നർ സെറ്റായി. ചോറ്, മോരുകറി, പിന്നെ കോളിഫ്ലവർ ഫ്രൈ, പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി. ഇനി പോയിട്ട് കഴിക്കാം. ചോറ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കി ഇതൊക്കെ കൊള്ളാം. അന്നുണ്ടാക്കിയ മോരുകറിയാണോ ടേസ്റ്റ്? ഇന്ന് ഉണ്ടാക്കിയ മോരുകറിയാണോ ടേസ്റ്റ്? ഇന്ന് അന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ആണോ? ഇന്ന് വേറെ തേടിയാണ്. കോളിഫ്ലവർ കഴിച്ചോട്ടെ. ഇത് കൊള്ളാം. ഒന്നുകൂടെ പറ. അത് എടുത്തില്ല, ഒന്നുകൂടെ പറ. നല്ല ഷെഫാണ് കേട്ടോ. നല്ല ചോറ് എല്ലാം ഉണ്ടാവും. അതെ, നല്ല ചോറാണ് ഉണ്ടാക്കിയത്. ചോറ് മാത്രമേ ശീലമാണ്, ബാക്കി എല്ലാം അടിപൊളിയാണ്. താങ്ക് യു. ചോറ് ശരിക്കും നല്ല കോളായിട്ടുണ്ട് ഗൈസ്. പക്ഷെ കറിയൊക്കെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് കറിയും പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉപ്പേരിയും പിന്നെ ഒരു കോളിഫ്ലവറും എല്ലാം കൂടെ വെച്ച് കുഴച്ച് ഒരു പിടി കഴിച്ചു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറ് ഞാൻ ഇങ്ങനത്തെ ചോറൊന്നും കഴിക്കാറില്ല, പക്ഷെ അപ്പം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് കഴിക്കുന്നതാണ്. ഇനി ഫുഡൊക്കെ കഴിച്ച് വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. കുറച്ച് നേരം നെറ്റ്ഫ്ലിക്സും കണ്ടിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ബൈ ബൈ.